നമ്മൾ ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ ഇക്വേഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ ഇക്വേഷനിൽ നോൺ ലീനിയർ ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോഷി പ്രോബ്ലത്തിൻ്റെ സ്റ്റെപ്പ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുത്തു. പിന്നെ ഈ കോഷി പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. സൊല്യൂഷൻ എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുക, എപ്പോഴാണ് യൂണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക, പിന്നെ ഈ എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻ ഫോമിൽ സൊല്യൂഷനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. സോൾവ് ദി ഐക്കോണൽ ഇക്വേഷൻ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു എൻ നോട്ട് സ്ക്വയർ വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ യു ഓഫ് എക്സ് കോമ 2x ഈക്വൽ ടു 1 വേർ എൻ നോട്ട് ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, നമുക്ക് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു എൻ നോട്ട് സ്ക്വയർ എന്നുള്ള ഐക്കോണൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. നമുക്കൊരു ഇനീഷ്യൽ കണ്ടീഷൻ, അതായത് ഇനീഷ്യൽ കർവ് തന്നിട്ടുണ്ട്. യു ഓഫ് എക്സ് കോമ 2x ഈക്വൽ ടു 1 ഉള്ള ഇനീഷ്യൽ കർവ് തന്നിട്ടുണ്ട്. ഒരു കാര്യം തന്നിട്ടുണ്ട്, എൻ നോട്ട് എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ ഇക്വേഷൻ തന്നാൽ ആദ്യം തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രിപ്പ് ഇക്വേഷൻസ് എഴുതുക, സ്ട്രിപ്പ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്ന ക്വസ്റ്റ്യനെ എടുത്തെഴുതുന്നുണ്ട്. ഇവൻ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു എൻ നോട്ട് സ്ക്വയർ ആൻഡ് യു ഓഫ് എക്സ് കോമ 2x ഈക്വൽ ടു 1. നമുക്ക് സ്ട്രിപ്പ് ഇക്വേഷൻസ് എഴുതുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ പി ഡി എഫ് ഓഫ് എക്സ് കോമ വൈ കോമ യു കോമ പി കോമ ക്യൂ ഈക്വൽ ടു 0 എന്നുള്ള ഈ ഫോമിലാവണം. പക്ഷേ ഇപ്പോൾ തന്നിട്ടുള്ള പി ഡി ആ ഫോമിലല്ല. അപ്പോൾ നമ്മൾ ആ ഫോമിലേക്ക് മാറ്റും. ദാറ്റ് ഈസ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് എൻ നോട്ട് സ്ക്വയർ ഈക്വൽ ടു 0 ആൻഡ് യു ഓഫ് എക്സ് കോമ 2x ഈക്വൽ ടു 1. അതായത് ഈ ഫോമിലേക്ക് മാറ്റിയതാണ്. ഈ ഫോമിലേക്ക് മാറ്റി എഴുതി. ഇപ്പോൾ ഇവിടുത്തെ എഫ് എന്നുള്ള ഫംഗ്ഷൻ എന്തായിരിക്കും? എഫ് ഈക്വൽ ടു, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് കോമ വൈ കോമ യു കോമ പി കോമ ക്യൂ ഈക്വൽ ടു 0 ആണ്. ഇവിടുത്തെ എഫ് എന്നുള്ള ഫംഗ്ഷൻ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് എൻ നോട്ട് സ്ക്വയർ. ഇതാണ് എഫ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ പി ഡി. ഇനി നമ്മൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രിപ്പ് ഇക്വേഷൻസ് എഴുതാം. Then the strip equations are given by strip equation എന്താ വരിക? എക്സ് ടി ഈക്വൽ ടു എഫ് പി. എഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് എൻ നോട്ട് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് പി എന്താ വരിക? റെസ്പെക്ട് ടു പിയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുക. അപ്പോൾ പിയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുമ്പോൾ 2p വരും. അപ്പോൾ എക്സ് ടി ഈക്വൽ ടു എഫ് പി ആണ്. എഫ് പി 2p ആണ്. ഇനി വൈ ടി വിൽ ബി ഈക്വൽ ടു എഫ് ക്യൂ. എഫ് ക്യൂ നോക്കുക, എഫിനെ വിത്ത് റെസ്പെക്ട് ടു ക്യൂവിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ 2q എന്ന് കിട്ടും. 2q. ഇനി യു ടി, മൂന്നാമത്തെ ഇക്വേഷൻ, മൂന്നാമത്തെ സ്ട്രിപ്പ് ഇക്വേഷൻ യു ടി ഈക്വൽ ടു പി എഫ് പി പ്ലസ് ക്യൂ എഫ് ക്യൂ ആണ്. ഓക്കെ, അപ്പോൾ യു ടി ഈക്വൽ ടു എഫ് പി എന്താണ്? 2p ആണ്. ഓക്കെ, അപ്പോൾ 2p പ്ലസ് ക്യൂ ഇൻറ്റു എഫ് ക്യൂ 2q. അതായത് യു ടി വിൽ ബി ഈക്വൽ ടു 2p സ്ക്വയർ പ്ലസ് ക്യൂ 2q സ്ക്വയർ. ഓക്കെ,
ഇനി പി ടി നാലാമത്തെ സ്ട്രിപ്പ് ഇക്വേഷൻ പി ടി വിൽ ബി ഈക്വൽ ടു മൈനസ് എഫ് എക്സ് മൈനസ് ടി എഫ് യു ആണ് നാലാമത്തെ സ്ട്രിപ്പ് ഇക്വേഷൻ. നോക്കുക, ഇവിടെ എഫ് എക്സ് എഫിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ 0 ആണ്. കാരണം ഇവിടെ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ടേംസ് ഇല്ല. അപ്പോൾ എഫ് എക്സ് 0 ആണ്, എഫ് യു 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും? -0 മൈനസ് പി ഇൻറ്റു 0 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ക്യൂ ടി അഞ്ചാമത്തെ സ്ട്രിപ്പ് ഇക്വേഷൻ ക്യൂ ടി വിൽ ബി ഈക്വൽ ടു മൈനസ് എഫ് വൈ minus q fu, which will be also equal to 0 because fu will be equal to fy will be equal to 0. So substitute ചെയ്ത് കൊടുത്താൽ -0 minus q into 0 that will be equal to 0. fu 0 ആണ്. ഓക്കെ, ഇനി ഓരോ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇനീഷ്യൽ കണ്ടീഷൻസ് ഇനീഷ്യൽ കർവ് എടുക്കണം. ഓക്കെ, അപ്പോൾ യു ഓഫ് എക്സ് കോമ 2x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. അപ്പോൾ യു നോട്ട് ഓഫ് എക്സ് നോട്ട് ഓഫ് എസ് എന്തായിരിക്കും? എക്സ് നോട്ട് ഓഫ് എസ് വിൽ ബി ഈക്വൽ ടു എസ് ആണെങ്കിൽ വൈ നോട്ട് ഓഫ് എസ് ഈക്വൽ ടു യു ഓഫ് എക്സ് കോമ 2x ആണ്. അതായത് നമ്മുടെ കർവ് എക്സ് y ഈക്വൽ ടു 2x എന്നുള്ള ഈ കർവിൻ്റെ ഇമേജസ് ആയിട്ടായിരിക്കും നമ്മുടെ ഇനീഷ്യൽ കർവ് വരിക. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു എക്സ് നോട്ട് എസ് ആയതുകൊണ്ട് y നോട്ട് 2s ആണ്. കാരണം y ഈക്വൽ ടു 2x ആണ്. ഓക്കെ, അപ്പോൾ 2s. ഈ യു നോട്ട് എന്തായിരിക്കും? യു നോട്ട് ഓഫ് എസ് വിൽ ബി ഈക്വൽ ടു 1. കാരണം യു ഓഫ് എക്സ് കോമ 2x ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് യു നോട്ട് ഓഫ് എസ് വിൽ ബി 1, ഫിക്സ്ഡ് ആണ്. ഇനി നമുക്ക് പി നോട്ട് ഓഫ് എസ് കാണണം, ക്യൂ നോട്ട് ഓഫ് എസ് കാണണം. ഓക്കെ, ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ സ്ട്രിപ്പ് ഇക്വേഷൻസ് സോൾവ് ചെയ്തെടുക്കാം. ഈ പി നോട്ട് ഓഫ് എസും ക്യൂ നോട്ട് ഓഫ് എസും കണ്ടെത്താനാണ് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിക്കും. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മുടെ ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷനിൽ വരുന്ന ഒരു ഇക്വേഷനും പിന്നെ എഫ് അറ്റ് പോയിന്റ് പി നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ടു ഫൈൻഡ് initial conditions, p naught of s that is equal to p of 0 comma s and q naught of s is equal to q of 0 comma s. we solve നമുക്ക് സോൾവ് ചെയ്തെടുക്കണം. വി സോൾവ്. നമുക്ക് രണ്ട് ഇക്വേഷൻസ് അറിയാം. എന്ത്? ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷനിലുള്ള ഒരു ഇക്വേഷൻ യു നോട്ട് ഡാഷ് ഓഫ് എസ് ഈക്വൽ ടു പി നോട്ട് ഓഫ് എസ് എക്സ് നോട്ട് ഡാഷ് ഓഫ് എസ് പ്ലസ് യു നോട്ട് ഓഫ് എസ് into y naught dash of s and f of x naught plus y naught plus f of x naught comma y naught comma u naught comma t naught q naught equal to 0. അതായത് ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷനുള്ള കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ. ആ കണ്ടീഷൻ നമുക്ക് യു നോട്ടും സോൾവ് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കണം. സോൾവ് ചെയ്തെടുക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിൻ്റെ ജാക്കോബിയൻ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ,
ഐക്കോണൽ ഇക്വേഷൻ്റെ കേസിൽ ജാക്കോബിയൻ നോട്ട് ഈക്വൽ ടു 0 ആവും. അതുകൊണ്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ദാറ്റ് ഈസ് നമുക്ക് ഈ ഇക്വേഷൻസിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് യു നോട്ട് ഡാഷ് ഓഫ് എസ്. യു നോട്ട് ഓഫ് എസ് നമ്മൾക്കറിയാം 1 ആണ്. യു നോട്ട് ഓഫ് എസ് 1 ആണ്. അപ്പോൾ യു നോട്ട് ഡാഷ് ഓഫ് എസ് എസ് വിത്ത് റെസ്പെക്ട് ടു എസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 വരും. അപ്പോൾ 0 ഈക്വൽ ടു യു നോട്ട് ഡാഷ് ഓഫ് എസ് 0 ആണ്. 0 ഈക്വൽ ടു പി നോട്ട് ഓഫ് എസ് അതേപോലെ തന്നെ അതാണ് നമുക്ക് കാണേണ്ടത്. പി നോട്ട് ഓഫ് എസ് എക്സ് നോട്ട് ഡാഷ് ഓഫ് എസ് എന്താ വരിക? എക്സ് നോട്ട് ഓഫ് എസ് എസ് ആണെന്നറിയാം. അപ്പോൾ എക്സ് നോട്ട് ഡാഷ് ഓഫ് എസ് 1 വരും. റെസ്പെക്ട് ടു എസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇൻറ്റു 1 പ്ലസ് യു നോട്ട് ഓഫ് എസ് നമ്മൾ കണ്ടുപിടിക്കാറുള്ളതാണ്. യു നോട്ട് ഓഫ് എസ് വൈ നോട്ട് ഡാഷ് ഓഫ് എസ് എന്താ വരിക? വൈ നോട്ട് ഓഫ് എസ് 2s ആണ്. അപ്പോൾ വൈ നോട്ട് ഡാഷ് ഓഫ് എസ് 2 വരും. വിത്ത് റെസ്പെക്ട് ടു എസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റു 2 വരും. ഓക്കെ, ഇനി എഫ് എന്താണെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ എഫ് എന്നുള്ള ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം. അപ്പോൾ അവിടെ ഈ പോയിന്റ് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ അടുത്ത ഇക്വേഷൻ കിട്ടും. എഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് എൻ നോട്ട് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ പി നോട്ട് സ്ക്വയർ പ്ലസ് ക്യൂ നോട്ട് സ്ക്വയർ മൈനസ് എൻ നോട്ട് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷന് ഇങ്ങനെ എഴുതാം. എഫ് എന്താണെന്ന് അറിയാവുന്നതാണ്. പി നോട്ട് സ്ക്വയർ പ്ലസ് ക്യൂ നോട്ട് സ്ക്വയർ മൈനസ് എൻ നോട്ട് സ്ക്വയർ ഈക്വൽ ടു 0. ഒന്നുകൂടെ റീറൈറ്റ് ചെയ്താൽ 0 ആദ്യം റൈറ്റ് സൈഡിൽ ടേംസ് എഴുതുന്നുണ്ട്. പി ഓഫ് എസ് പി നോട്ട് ഓഫ് എസ് പ്ലസ് 2 ക്യൂ നോട്ട് ഓഫ് എസ് ഈക്വൽ ടു 0 ആൻഡ് പി നോട്ട് സ്ക്വയർ പ്ലസ് ക്യൂ നോട്ട് സ്ക്വയർ മൈനസ് എൻ നോട്ട് സ്ക്വയർ ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷന് പി നോട്ട് ഓഫ് എസ് പ്ലസ് 2 ക്യൂ നോട്ട് ഓഫ് എസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷന് നമുക്ക് ക്യൂ നോട്ട് എന്താണെന്ന് എഴുതാം ഇൻ ടേംസ് ഓഫ് പി നോട്ടിൽ. അവിടെ നമുക്ക് എന്ത് എഴുതാം? ക്യൂ നോട്ട് ഓഫ് എസ് ഈക്വൽ ടു മൈനസ് പി നോട്ട് ഓഫ് എസ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ therefore this will become p naught square plus q naught square ആണ്. q naught of s minus p naught of s divided by 2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. minus p naught of s by 2 whole square minus n naught square equal to 0. ഇവിടുന്ന് നമുക്ക് p നോട്ടിനെ സോൾവ് ചെയ്യാം. ഇവിടുന്ന് നമുക്ക് എന്ത് എഴുതാം? ഓക്കെ, അത് സ്ക്വയർ ചെയ്യാം. ഇവിടെ മൈനസ് പി നോട്ട് സ്ക്വയറിനെ പി നോട്ട് ഓഫ് എസ് ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയറിനെ നമുക്ക് എന്ത് എഴുതാം? പി നോട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ 4 എന്ന് എഴുതാം. ആ 4നെ എൽ സി എം എടുത്താൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? 4 പി നോട്ട് സ്ക്വയർ പി നോട്ട് ഓഫ് എസ്. ഇവിടെ എസ് ഉണ്ട്, ഓഫ് എസ് ആണ്. പി നോട്ട് ഓഫ് എസ് പ്ലസ് പി നോട്ട് ഓഫ് എസ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 4 വരും. അതിന് ഞാൻ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. മൈനസ് എൻ നോട്ട് സ്ക്വയറിന്. അപ്പോൾ ഇവിടെ 4 എൻ നോട്ട് സ്ക്വയർ. ഓക്കെ, അതായത് 5 പി നോട്ട് സ്ക്വയർ ഓഫ് എസ് ഈക്വൽ ടു 4 എൻ നോട്ട് സ്ക്വയർ. So p naught square of s will be equal to 4 by 5 n naught square. That implies p naught of s will be equal to square root kandal 2 n naught divided by root 5. Okay, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. p നോട്ട് എന്താണെന്ന് കിട്ടി. അപ്പോൾ അത് q നോട്ടിനുള്ള ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ therefore q നോട്ട് ഓഫ് എസ് ഇവിടുന്നാണ് എഴുതുന്നത്. q നോട്ട് ഓഫ് എസ് will be equal to minus
ടി നോട്ട് 2 നോട്ട് ഡിവൈഡ് ബൈ 2 n നോട്ട് ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 5 ഡിവൈഡ് ബൈ 2 വരും. ഓക്കെ, 2 ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്യല്ല. യെസ്, 2 ക്യാൻസൽ ചെയ്യാം. ഓക്കെ, 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ മൈനസ് എൻ നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് 5. അപ്പോൾ ക്യൂ നോട്ട് എന്താണ്, പി നോട്ട് എന്താണ് നമുക്ക് കിട്ടി. ഓക്കെ, പി നോട്ട് ഓഫ് എസ് 2 n നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് 5 ആണ് കിട്ടി. പിന്നെ ക്യൂ നോട്ട് ഓഫ് എസ് n നോട്ട് മൈനസ് n നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് 5 ആണ് കിട്ടി. ഓക്കെ, ഓരോ ഇക്വേഷൻസും സോൾവ് ചെയ്തെടുക്കാം. നമുക്ക് നോക്കാം, എക്സ് ടി ഈക്വൽ ടു 2p ആണ്, വൈ ടി ഈക്വൽ ടു 2q ആണ്, യു ടി ഈക്വൽ ടു 2p സ്ക്വയർ പ്ലസ് 2q സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് പിയും ക്യൂ ഒക്കെ എന്താണെന്ന് അറിഞ്ഞാൽ ഇവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പിയും ക്യൂവിനെയും ആദ്യം സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 5, ഇക്വേഷൻ 5നെ സോൾവ് ചെയ്താൽ ആദ്യം 5നെ സോൾവ് ചെയ്തിട്ട് ക്യൂ എന്താണെന്ന് നോക്കാം. Fifth equation will be equation qt equal to 0 implies നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം, qt equal to 0 ആണ്. അതായത് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആണ്. അതായത് q ഓഫ് ടി കോമ എസ് എന്നുള്ള ഫംഗ്ഷൻ എന്തായിരിക്കണം, സം ഫംഗ്ഷൻ ഓഫ് എസ് ഓൺലി ആണ്. ആ ഫംഗ്ഷനെ ഞാൻ F1 എന്ന് വിളിച്ചു. അല്ലെങ്കിൽ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ടി ക്യൂ ഡോ ക്യൂ ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ക്യൂ ടു 0 എന്നുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ക്യൂ ഈക്വൽ ടു സം കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. ഈ കോൺസ്റ്റൻ്റ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് മേ ബി എസ് എന്നുള്ള വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ F1 ഓഫ് എസ്, ഓക്കെ, യു ഓഫ് ടി കോമ എസ് ഈക്വൽ ടു F1 ഓഫ് എസ് എന്ന്. ഓക്കെ, ഇനി ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് F1 എന്താണെന്ന് കണ്ടുപിടിക്കുക. ഈ അൺനോൺ ഫംഗ്ഷൻ F1 എന്താണെന്ന് കണ്ടുപിടിക്കുക. നമുക്കറിയാം യു നോട്ട് ഓഫ് എസ് ഈക്വൽ ടു മൈനസ് എൻ നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് 5 ആണെന്ന് അറിയാം. അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ യു ഓഫ് ടി കോമ എസ് ഈക്വൽ ടു F1 ഓഫ് എസ് എന്നുള്ള ഈക്വേഷനിൽ അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, മൈനസ് എൻ നോട്ട് ഓഫ് റൂട്ട് 5 വിൽ ബി ഈക്വൽ ടു ക്യൂ നോട്ട് ഓഫ് എസ് മീൻ ചെയ്യുന്നത് ക്യൂ ഓഫ് 0 കോമ എസ് ആണ്. അപ്പോൾ ടി ഉള്ളിടത്തൊക്കെ 0 എടുക്കുക, ഇവിടെ ടി ഇല്ല. അപ്പോൾ F1 ഓഫ് എസ് എന്ന്. ഓക്കെ, അതായത് F1 ഓഫ് എസ് മൈനസ് എൻ നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് 5 ആണ്. അപ്പോൾ നമുക്ക് ക്യൂ ഓഫ് ടി കോമ എസ് എന്താണെന്ന് കിട്ടി. ഓഫ് ടി കോമ എസ് വിൽ ബി ഈക്വൽ ടു മൈനസ് എൻ നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് 5. ഇനി ഇതേപോലെ ഫോർത്ത് ഇക്വേഷൻ ടി ടി ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനെ സോൾവ് ചെയ്യും. അപ്പോൾ ഫോർത്ത് സ്ട്രിപ്പ് ഇക്വേഷൻ ടി ടി ഈക്വൽ ടു 0 ഇംപ്ലൈസ്, ഇവിടുന്ന് എന്ത് പറയാം, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടി ടി ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്താൽ പി ഓഫ് ടി കോമ എസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എസ് എന്ന് പറയാം. ആ ഫംഗ്ഷനെ ഞാൻ F2 ഓഫ് എസ് എന്ന് പറയും. ഇനി ഇനീഷ്യൽ കണ്ടീഷൻ പി നോട്ട് ഓഫ് എസ് ഇവിടെ അപ്ലൈ ചെയ്യാം. പി നോട്ട് ഓഫ് എസ് എന്താണെന്ന് അറിയാം നമുക്ക്. പി നോട്ട് ഓഫ് എസ് ഈക്വൽ ടു 2n നോട്ട് ബൈ റൂട്ട് 5 ആണെന്ന് അറിയാം. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പി നോട്ട് ഓഫ് എസ് എന്ന് ഉദ്ദേശിക്കുന്നത് പി ഓഫ് 0 കോമ എസ്. അപ്പോൾ 0 കോമ എസ് ഇവിടെ അപ്ലൈ ചെയ്താൽ 2n നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് 5
ഈക്വൽ ടു f2 ഓഫ് എസ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് f2 ഓഫ് എസ് എന്നുള്ള ഫംഗ്ഷൻ f2 എന്നുള്ള ഫംഗ്ഷൻ എന്താണെന്ന് കിട്ടി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ p ഓഫ് t കോമ s therefore എന്ന് കൊടുക്കട്ടോ. p of t comma s will be equal to f2 of s. f2 of s is 2 into n naught divided by root 5. ഇനി തേർഡ് ഇക്വേഷൻ p of t comma s കിട്ടി, p of t comma s എന്താണെന്ന് കിട്ടി. അപ്പോൾ തേർഡ് ഇക്വേഷൻ സോൾവ് ചെയ്യാം. തേർഡ് ഇക്വേഷൻ is ut equal to 2p square plus 2q square. That implies p എന്താണ്, q എന്താണ്, ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്. p 2 നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് 5 ആണ്, q മൈനസ് n നോട്ട് ബൈ റൂട്ട് 5 ആണ്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതിനാണ് ഞാൻ ആദ്യം തന്നെ ഫോർത്ത് സ്ട്രിപ്പിക്കേഷനും ഫിഫ്ത്ത് സ്ട്രിപ്പിക്കേഷനും സോൾവ് ചെയ്തത്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ യു ടി ഈക്വൽ ടു 2 ഇൻറ്റു പി എന്താണെന്ന് അറിയാം, 4 n നോട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ 5. ഓക്കെ, അതേപോലെ തന്നെ q സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. മൈനസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സ്ക്വയർ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റെപ്പിൽ കാണിക്കുക. 2 ഇൻറ്റു പി സ്ക്വയർ. പി എന്താണെന്നറിയാം, പി 2 നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് 5 ആണെന്നറിയാം. അപ്പോൾ 2n നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് 5 സ്ക്വയർ പ്ലസ് 2 ക്യൂ നോട്ട് ക്യൂ എന്താണെന്നറിയാം, മൈനസ് n നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് 5 സ്ക്വയർ. സ്ക്വയർ ഉണ്ട്, ക്യൂ സ്ക്വയർ ആണ്, അപ്പോൾ സ്ക്വയർ. ഇനി സിംപ്ലിഫൈ ചെയ്യാം. 2 സ്ക്വയർ 4 വരും, 4 ഇൻറ്റു 2 8. n നോട്ടിൻ്റെ സ്ക്വയർ n നോട്ട് സ്ക്വയർ, റൂട്ട് 5ൻ്റെ സ്ക്വയർ 5 പ്ലസ് ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ n നോട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ 5 വരും. അതായത് 10 n നോട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ 5. അതായത് 5 വെച്ചിട്ട് ക്യാൻസൽ ചെയ്താൽ 2n നോട്ട് സ്ക്വയർ. ഓക്കെ, ഇനി സോൾവ് ചെയ്യുക. യു ടി ഈക്വൽ ടു 2n നോട്ട് സ്ക്വയർ ആണ് കിട്ടി. അപ്പോൾ യു എന്തായിരിക്കും, യു ഓഫ് ടി കോമ എസ് വിൽ ബി n നോട്ട് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2n നോട്ട് സ്ക്വയർ ടി പ്ലസ് ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഫങ്ഷൻ ഓഫ് എസ് വരും. ഞാൻ f3 ഓഫ് എസ് f3 ഓഫ് എസ്. ഈ f3 ഓഫ് എസ് കാണാൻ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ഉപയോഗിക്കാം. ഇനീഷ്യൽ കണ്ടീഷൻ എന്താ, യു നോട്ട് ഓഫ് എസ് ഈക്വൽ ടു 1, അതായത് യു ഓഫ് 0 കോമ എസ് ഈക്വൽ ടു 1. അത് അപ്ലൈ ചെയ്താൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് 1 ആകും. യു ഓഫ് 0 കോമ എസ് 1 ആണ്. റൈറ്റ് സൈഡ് ഓഫ് ടി കൊടുത്തൊക്കെ 0 എടുക്കുക. എസ്സിന് അതേപോലെ നിലനിർത്തും. 2n നോട്ട് സ്ക്വയർ ഇൻറ്റു 0 പ്ലസ് f3 ഓഫ് എസ്. That implies f3 of s equal to 1. അതായത് f3 എന്നുള്ള ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ 1 ആണ്. therefore നമുക്ക് u എന്താണെന്ന് എഴുതാം, u of t comma s equal to 2n naught square t plus f3 of s എന്ന് കിട്ടും. അപ്പോൾ f3 of s 1 ആണ്. 2n naught square t plus 1. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻ്റഗ്രൽ സർഫസിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കിട്ടി. ഇനി നമുക്ക് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ ടീനി എസിന് എക്സ് ആൻഡ് വൈയിൽ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സ് എന്താ വൈ എന്താന്ന് അറിയണം. ഓക്കെ, ഇതിനു വേണ്ടി നമുക്ക് സെക്കൻഡ് ഇക്വേഷനും ഫസ്റ്റ് ഇക്വേഷനും സോൾവ് ചെയ്യാം. ആദ്യം ഞാൻ സെക്കൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സ്ട്രിപ്പ് ഇക്വേഷൻ
then is എന്താ വരിക yt equal to fq ആണ് fq 2q yt equal to 2q q എന്താണെന്ന് നമുക്കറിയാം yt equal to q minus n naught divided by 5 ആണ് അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക minus n naught divided by root 5 5 അല്ല root 5 ഓക്കെ അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുക minus 2n naught divided by root 5 ഇനി സോൾവ് ചെയ്യുക that implies y of t comma s will be equal to ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ minus 2n naught divided by root 5 പേജിൽ പേജിലേതാ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ minus y of t comma s will be equal to minus 2n naught t n naught t അല്ല ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ minus 2n naught divided by root 5 t plus f4 of s okay some function of s ഈ f4നെ കണ്ടുപിടിക്കാൻ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ യൂസ് ചെയ്യാം ഇനീഷ്യൽ കണ്ടീഷൻ എന്താ y naught of s equal to 2s ആണെന്ന് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ട് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y of t comma s എന്ത് വരും 2s വരും which will be equal to minus 2n naught divided by root 5 into y naught കൊണ്ട് ഉദ്ദേശിക്കുന്നത് t0 എന്നാണ് ഓക്കെ അപ്പോൾ ഇൻറ്റു 0 പ്ലസ് f4 of s അവിടെ നമുക്ക് f4 of s equal to 2s okay therefore y of t comma s will be equal to minus 2n naught divided by root 5 into t plus f4 of s 2s plus 2s ഇനി ഇതേപോലെ തന്നെ ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താ ഫസ്റ്റ് step equation is xt equal to 2p that implies xt equal to p എന്താണെന്നറിയാം 2 into pക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക p 2n naught divided by root 5 2n naught divided by root simplify 4n naught divided by root 5 ഓക്കെ അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ റെസ്പെക്ട് ടു ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x of t comma s will be equal to 4n naught divided by root 5 into t plus f5 of s some function of s ഈ f5 of s എന്താണെന്ന് കിട്ടണം അതിന് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ഉപയോഗിക്കാം അപ്പോൾ x naught of s s ആണെന്ന് നമുക്കറിയാം ദാറ്റ് ഇംപ്ലൈസ് s ഈക്വൽ ടു ഇവിടെ കൊടുത്താൽ ഇന്നത്തെ സ്റ്റെപ്പിൽ കിട്ടിയ x of t comma s ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്താൽ 4n naught divided by root 5 into 0 വരും plus f5 of s that implies f5 of s equal to s identity function therefore നമുക്ക് കൺക്ലൂഡ് ചെയ്യാം x of t comma s equal to 4n naught divided by root 5 into t plus s ആണ്
എക്സ് ഓഫ് ടി കോമ എസ് വരുന്നത്, വൈ ഓഫ് ടി കോമ എസ് വരുന്നത് ഇത്. ഇനി യു ഓഫ് ടി കോമ എസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കിട്ടി. ഓക്കെ, ഇനി നമ്മൾക്ക് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ കിട്ടുകയാണെങ്കിൽ യു ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ എന്നുള്ള രൂപത്തിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടാൻ നമ്മൾ ചെയ്യുന്നത് നോക്കുക, ഈ രണ്ട് ഇക്വേഷനും ടീനെയും എസിനെയും ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ടി ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ കിട്ടും, എസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എസ് ആൻഡ് വൈ കിട്ടും. അത് യു ഓഫ് ടി കോമ എസ് എന്നുള്ളടത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ടി കോമ എസ്. പക്ഷേ ഇവിടെ നോക്കുക, യു ഓഫ് ടി കോമ എസ് എന്നുള്ള ഫംഗ്ഷനിൽ യു ടീനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ടീനെ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിൽ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ ആയിക്കോണമെന്നില്ല, ടീനി എസിനെയും കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ടീനി എസിനെയും ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്തു തരാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് നമ്പർ ചെയ്യുക, 1 കൊടുക്കുക, 2 കൊടുക്കുക. ഓക്കെ, ആ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ടീനി എസിന് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിൽ എഴുതാം. ഓക്കെ, to get explicit solution we solve equations 1 and 2 for T and S. T and S in terms of x and y represent ചെയ്യാണ്. അതിനാണ് ഞാൻ 1 and 2 ഇക്വേഷൻ 1 and 2 ഉപയോഗിക്കും. നമുക്കറിയാം, പിന്നെ ഇക്വേഷൻ 1 എന്താണെന്ന് അറിയാം, അതൊന്ന് എടുത്ത് എഴുതുന്നുണ്ട്. y of t comma s equal to minus 2 n naught divided by root 5 into t plus 2s. ഓക്കെ, അതേപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 2 x of t comma s be equal to minus 4n naught divided by root 5 plus 2s. ഇനി നോക്കുക, ഇവിടുന്ന് നമുക്ക് എന്താ എഴുതാം, എസിനെ ഇൻ ടേംസ് ഓഫ് എക്സിൽ റെപ്രസെൻറ്റ് ചെയ്യും, ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം, എസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ഓഫ് ടി കോമ എസ് ഉണ്ട്, ഇത് ഞാൻ എക്സ് മാത്രമായിട്ട് എഴുതാണ്, എക്സ് മൈനസ് 4n naught divided by root 5 whole divided by 2 വരും. ഓക്കെ, ഇവിടെ ഡിവൈഡ് ബൈ 2 വരുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ നല്ലത് ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കണം. അവിടെ ഏതിലോ ഒന്ന് എസ് മാത്രമല്ലേ വരുള്ളൂ, സോറി, സെക്കൻഡ് ഇക്വേഷനിൽ എസ് മാത്രമാണ്, സോറി, ഇവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, 2s ആണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എഴുതാം, എസ് ഈക്വൽ ടു x minus 4n naught divided by root 5. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് വരും, y ഈക്വൽ ടു മൈനസ് 2n naught divided by root 5 into t plus 2 into x minus 4n naught divided by root 5. ഓക്കെ, ഇവിടെ നമുക്ക് ടീനെ സോൾവ് ചെയ്യാം. അതിന് മുന്നേ ഇവിടെ ഈ അടുത്ത സ്റ്റെപ്പിൽ
നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, മൈനസ് 2n0 ഡിവൈഡ് ബൈ റൂട്ട് 5 ടി പ്ലസ് 2x മൈനസ് 8 n0 divided by root 5. Okay, minus 2 n0 by root 5 minus 8 n0 by root 5 minus 10. ഓക്കെ, ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ, ടി ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ, ഇവിടെ ടി ഉണ്ടല്ലോ, ടി എഴുതാൻ വിട്ടുപോയതാണ്. എക്സ് ഓഫ് ടി കോമ എസിൽ ടി ഉണ്ട്, പ്രശ്നമില്ല. ഇവിടെ ടി വരും, ഇവിടെ ടി ഉണ്ടാവും, ഇവിടെ ടി. അപ്പോൾ നമുക്ക് മൈനസ് 10n0 divided by root 5 t plus 2x. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് ടീനെ സോൾവ് ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് ടി ഈക്വൽ ടു, ടീനെ സോൾവ് ചെയ്യാൻ ഞാൻ ടി ഉള്ള ടേമിനെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ വൈനെ ടി ഉള്ള ടേമിനെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി വൈനെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാറ്റി. ഓക്കെ, പിന്നെ ടീൻ്റെ കോയിഫിഷ്യൻറ്റിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 2x മൈനസ് y ഡിവൈഡ് ബൈ മൈനസ് ഉണ്ടാവില്ല, ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയല്ലോ ടി ഉള്ള ടേമിന്, ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ 10n0 ഡിവൈഡ് ബൈ റൂട്ട് 5. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ റൂട്ട് 5 ആണ്. റൂട്ട് 5 സിംപ്ലിഫൈ ചെയ്താൽ റൂട്ട് 5 ഇൻറ്റു 2x മൈനസ് y ഡിവൈഡ് ബൈ 10n0 എന്ന് കിട്ടും. ആക്ച്വലി നമ്മൾക്ക് ടി എന്താണെന്ന് കിട്ടിയാൽ മതി. കാരണം യു ഓഫ് ടി കോമ എസ് എന്നുള്ള ഫംഗ്ഷനിൽ ടി മാത്രമേ ഉള്ളൂ, അതായത് യു ടീനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടി എന്താ, ടീനെ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിൽ റെപ്രസെൻറ്റ് ചെയ്താൽ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ, എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ ആയിക്കോണമെന്നില്ല. നമുക്ക് ടീനെ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിൽ റെപ്രസെൻറ്റ് ചെയ്താൽ അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എസ്സിന് സോൾവ് ചെയ്തെടുക്കും. ഓക്കെ, അതും കൂടെ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യനിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ ആയിക്കോണമെന്നില്ല. ടീന് എസ്സിനും എക്സ് ആൻഡ് വൈയിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ എസ്സിനെ ഇനി ഈസി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്കറിയാം എസ് ഈക്വൽ ടു എക്സ് മൈനസ് 4n0 ഡിവൈഡ് ബൈ റൂട്ട് 5 ടി ആണ്. എക്സ് മൈനസ് 4n0 ഡിവൈഡ് ബൈ റൂട്ട് 5 ടി ആണ്. ടി എന്താണെന്ന് നമുക്കറിയാം, റൂട്ട് 5 ഇൻറ്റു 2x മൈനസ് y ഡിവൈഡ് ബൈ 10n0 നോട്ടാണെന്ന് അറിയാം. സിംപ്ലിഫൈ ചെയ്യാം. ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യാം. റൂട്ട് 5 ക്യാൻസൽ ചെയ്യാം, 4ഉം 10ഉം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി വരാം എക്സ് മൈനസ് 2n0 n0 സ്ക്വയർ ഉണ്ട് അല്ലേ, സ്ക്വയർ ഉണ്ട്. ഇല്ല, n0 തന്നെ ഉള്ളൂ. ഓ, സ്ക്വയർ ഇല്ല, സോറി. 2n0 ഇൻറ്റു 2x മൈനസ് y ഡിവൈഡ് ബൈ 5 വരും. അപ്പോൾ എസ്സിന്
ഇനി നമ്മൾ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദെർഫോർ യു ഓഫ് എക്സ് കോമ വൈ വിൽ ബി ഈക്വൽ ടു ടീനെ എസിനും എക്സിനും വൈയിലും റെപ്രസെൻറ്റ് ചെയ്യുക. ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് റിക്വയർഡ് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, യു ഓഫ് എക്സ് കോമ വൈ വിൽ ബി ഈക്വൽ ടു 2n0² ഇൻറ്റു ടീനെ എങ്ങനെയാണോ എക്സിലും വൈയിലും റെപ്രസെൻറ്റ് ചെയ്തത് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, +1 ആണ് ചെയ്തത്. ഓക്കെ, യു ഓഫ് എക്സ് വൈ വിൽ ബി 2n0² t +1 ആണ്. അപ്പോൾ 2n0² t എന്താണെന്ന് അറിയാം, t √5 ഇൻറ്റു 2x - y ഡിവൈഡ് ബൈ 10 n0 ആണെന്ന് അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. √5 ഇൻറ്റു 2x - y ഡിവൈഡ് ബൈ 10 n0. ഓക്കെ, +1 വരും. സിംപ്ലിഫൈ ചെയ്യുക. 10ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 5 വരും. n0ഉം n0² ക്യാൻസൽ ചെയ്താൽ n0 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് റിക്വയർഡ് ആൻസർ n0 ഇൻറ്റു √5 ഇൻറ്റു 2x - y ഡിവൈഡ് ബൈ 5 വരും, +1. സിംപ്ലിഫൈ ചെയ്താൽ √5 n0 ഇൻറ്റു 2x - y ഹോൾ ഡിവൈഡ് ബൈ 5. 5ഉം √5ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെ √5 ഡിവൈഡ് ബൈ √5 എന്ന് എഴുതും. n0 ഇൻറ്റു 2x - y ഡിവൈഡ് ബൈ √5 +1. ഇതാണ് നമ്മളെ റിക്വയർഡ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു നോൺ ലീനിയർ കേസിൽ വരുന്ന കോഷി പ്രോബ്ലം സോൾവ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് സോൾവ് ചെയ്യുക. ആയിട്ട് ക്വസ്റ്റ്യൻ അതാണ്, സോൾവ് ux² പ്ലസ് uy² ഈക്വൽ ടു n0² ഓക്കെ, ux എന്ന് പറഞ്ഞാൽ p, uy എന്ന് പറഞ്ഞാൽ q. p² പ്ലസ് q² ഈക്വൽ ടു n0². the initial condition u of x comma 1 equal to n0 into the root of 1 plus x². ക്വസ്റ്റ്യൻ ഇതേപോലെ സോൾവ് ചെയ്തെടുക്കുക. ഇതാണ് നമുക്ക് നോൺ ലീനിയർ ഫസ്റ്റ് ഓർഡർ പി ഡിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.